എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണുള്ളത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യപേപ്പർ കോഡ് 78/2017. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഏതു താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ സി ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടകയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കായിരുന്നു കൂട്ടിച്ചേർത്തത്. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി 2005. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ ആയിരുന്നു ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാതിരുന്ന സംസ്ഥാനം. പക്ഷേ ആർട്ടിക്കിൾ 370 റദ്ദാക്കലോടുകൂടി വിവരാവകാശ നിയമം ഇപ്പോൾ ജമ്മു കാശ്മീരിനും ബാധകമാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ, KP, കേശവമേനോൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ഓപ്ഷൻ ഡി KP കേശവമേനോൻ. തന്നിരിക്കുന്നവരിൽ KP കേശവമേനോനാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത്. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ ഡി രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത്. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്തായിരുന്നു 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം. 70ാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനത്തിനുള്ള കാറ്റഗറി ഉണ്ടായിരുന്നില്ല. അവസാനമായി ഈ അവാർഡ് ലഭിച്ചത് മധ്യപ്രദേശിനാണ് 68ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സിൽ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവലാണ് ഓപ്ഷൻ എ ആരാച്ചാർ. ആരാച്ചാർ എന്ന KR മീരയുടെ നോവലിനാണ് 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2024 മലയാളത്തിൽ നിന്നും K ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു അവാർഡ്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷൻ എ പേഷ്വ. പേഷ്വ എന്നായിരുന്നു ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ.
ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാര്? ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി വീരേശലിംഗം. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളായിരുന്നു രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത്. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം? ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം ഓപ്ഷൻ ഡി 1966. 1966 ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ടത്. ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി? ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം? ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം? റഫറൻസുകൾ പ്രകാരം 2024 ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 79ാമത്തെ സെഷനിൽ പോർച്ചുഗലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പോർച്ചുഗൽ അംബാസഡർ റൂയി വിനാസ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ബി മണിയാർ. മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം? ഹിതപരിശോധന, ജനഹിത പരിശോധന, അഭിക്രമം, തിരിച്ചുവിളിക്കൽ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനമാണ് ഓപ്ഷൻ ബി ജനഹിത പരിശോധന. ജനഹിത പരിശോധനയാണ് വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്? പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി? ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി. മൽഹോത്ര കമ്മിറ്റിയാണ് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന നിക്ഷേപങ്ങൾ ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത്. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം? തന്നിരിക്കുന്നവയിൽ നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഓപ്ഷൻ ബി കോസി പദ്ധതി. തന്നിരിക്കുന്നവയിൽ കോസി പദ്ധതിയാണ് നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം? പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് ഓപ്ഷൻ എ മണിപ്പൂർ. മണിപ്പൂറാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി? ബിർള പദ്ധതി, ജനകീയ പദ്ധതി, ഗാന്ധിയൻ പദ്ധതി, ബോംബെ പദ്ധതി. തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ബോംബെ പദ്ധതി. ബോംബെ പദ്ധതിയാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി.
കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? ഓപ്ഷൻ ബി 860. ഏകദേശം 860 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത. IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? IFSC കോഡിന് എത്ര ഡിജിറ്റുകളാണ് ഉള്ളത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. IFSC കോഡിന് 11 ക്യാരക്ടർ കോഡുകളാണുള്ളത്. IFSC ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡിന് 11 ഡിജിറ്റുകളാണ് ഉള്ളത്. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, കേരള നിയമസഭയിൽ ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. ജോൺ ഫെർണാണ്ടസ് ആയിരുന്നു കേരള നിയമസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം? മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം? ഓപ്ഷൻ സി 1568. 1568 മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഓപ്ഷൻ ബി 330. അനുച്ഛേദം 330 ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം? ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം? ഓപ്ഷൻ ഡി ബോയിൽ നിയമം. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ബോയിൽ നിയമം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം? ഓപ്ഷൻ സി വിസരണം. വിസരണമാണ് ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 J താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ഓപ്ഷൻ സി ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ വായു, ജലം, ഇരുമ്പ്. വായു, ജലം, ഇരുമ്പ് എന്നതാണ് ക്രമം. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. W816, X612, Y714, Z614 തന്നിരിക്കുന്ന മൂലകങ്ങളിൽ
ഐസോടോപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി X612, Z614. ഐസോടോപ്പുകൾക്ക് സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുകളുമാണ് ഉണ്ടായിരിക്കുക. X612, Z614. 6 അറ്റോമിക് നമ്പർ, 12 14 മാസ് നമ്പറുകളും. 3 ഗ്ലൂക്കോസ് C6H12O6 തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? C6H12O6. ഓപ്ഷൻ എ 72. 72 ആറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ബയോഗ്യാസിലെ മുഖ്യഘടകം, പാചകവാതകത്തിലെ പ്രധാന ഘടകം, മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകം. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് യോജിക്കാത്ത പ്രസ്താവന, പാചകവാതകത്തിലെ പ്രധാന ഘടകം. പാചകവാതകം അല്ലെങ്കിൽ LPGയിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പേനും ബ്യൂട്ടനുമാണ്. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 32. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 32 എണ്ണമാണ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്? വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം? മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം? ഓപ്ഷൻ ഡി 80. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിൽ ആകെ 80 അസ്ഥികളാണ് ഉള്ളത്. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ബി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ വനങ്ങളില്ലാത്ത ജില്ല. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം? സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാതപ്പനി, ആസ്മ, അലർജി, ടെറ്റനി. ഓപ്ഷൻ എ വാതപ്പനി. വാതപ്പനിയാണ് തന്നിരിക്കുന്നവയിൽ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി പട്ടാമ്പി. കേരളത്തിൽ പട്ടാമ്പിയിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത്. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി കാരുണ്യ. കാരുണ്യ പദ്ധതിയാണ് കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതി. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ഓപ്ഷൻ എ ആഗോളതാപനം. ആഗോളതാപനമാണ് വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓപ്ഷൻ സി ക്യാൻസർ. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? സിറോഫ്താൽമിയ, മരാസ്മസ് കണ,
ക്വാഷിയോർക്ക്. തന്നിരിക്കുന്നവയിൽ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? ഓപ്ഷൻ സി കണ. തന്നിരിക്കുന്നവയിൽ കണ എന്ന രോഗമാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? മലമ്പനിക്ക് കാരണമായ രോഗകാരി. ഓപ്ഷൻ എ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്തതായി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഓപ്ഷൻ സി ഇമ്പരേറ്റീവ്. ഷട്ട് ദ ഡോർ ഈസ് ആൻ imperative sentence. The doctor prescribed an ointment. The patient dash it according to instruction. Option C applied. The doctor prescribed an ointment. The patient applied it according to instruction. Arun's father's eldest brother is his favorite. Option A uncle. Can you lend me a pen, please? Option C yes, you can. The speaker drew the attention of the audience dash the burning issues. Option D 2. The speaker drew the attention of the audience to the burning issues. One who talks in sleep is. Option D somnolent. The train started after we dash for about an hour. Option A had played. The train started after we had played for about an hour. He would not have failed if he dashed enough money. Option B had. He would not have failed if he had enough money. A government controlled by the rich. Option C plutocracy. A government controlled by the rich called as plutocracy. Write the correct meaning of the idiomatic expression a big bug. A big bug. Option D a person of importance. The correctly spelt word below is discrimination. Option A. The opposite of innocent is. Option A. Guilty. The rider dashed his horse to victory. Option B. Rode. The rider rode his horse to victory. One of the men dash reached the top of the mountain. Option A has. One of the men has reached the top of the mountain. She has finished her work. Option A hasn't she. He ordered his servant. Option B to go home. The leaves dash as the wind blew. Option A rustled. The leaves rustled as the wind blew. A bird in hand is worth two in the. Option D bush. The marriage party dash at dawn. Option B set off. The marriage party set off at dawn. The president was specially happy to visit the school because it was his. Option B alma mater. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. 91ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം സന്ധി നിർണ്ണയിക്കുക. ഹൃഗ് പ്ലസ് വേദം. ഹൃഗ്വേദം. ഓപ്ഷൻ സി ആദേശസന്ധി. പൈതാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ്? ഓപ്ഷൻ ഡി വിശപ്പും ദാഹവും.
നിലാവിൻ്റെ പര്യായമല്ലാത്തത് ഏത്? കൗമുദി, പനിമതി, ജ്യോത്സ്ന, ചന്ദ്രിക. നിലാവിൻ്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻ ബി പനിമതി. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻ മഗാജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ്. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻ മഗാജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഓപ്ഷൻ ഡി നീലകണ്ഠൻ. അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻ മഗാജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് നീലകണ്ഠൻ. മഹാശ്വേത ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം. മഹേശ്വേത ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം ഓപ്ഷൻ എ 1996. 1996 മഹാശ്വേത ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി വി മാധവൻ നായർ. വി മാധവൻ നായരാണ് മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗമേത്? സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഓപ്ഷൻ സി ഓരോ കുട്ടികളും, ഓരോ കുട്ടിയും ശ്രദ്ധിക്കണമെന്നാണ്. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല ഓപ്ഷൻ എ there is little water in the new well. To let the cat out of the bag എന്നതിൻ്റെ ശരിയായ അർത്ഥം. To let the cat out of the bag ഓപ്ഷൻ സി രഹസ്യം പുറത്തറിയിക്കുക. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.